മാളിക്കുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇതുപോലുള്ള മധുരപലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാം. എന്തെങ്കിലും അല്ല, ഫുൾ ടൈം കഴിക്കാം, അത്രയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വേറെ എവിടെ നിന്നും അല്ല, നമ്മളെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. ചേച്ചിയുടെ മരുമകൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കണു, ആളെ വയറ് കാണാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വരും. അപ്പം ഞങ്ങൾക്കും ഉണ്ടാവും ഫുഡും ഇതുപോലുള്ള മധുര ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫുഡ് ബിരിയാണി ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പം നല്ല അടിപൊളി അച്ചാറ്, പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ സ്മെല്ല് കേട്ടാൽ നമുക്ക് എന്തായാലും കഴിക്കാൻ തോന്നും. വയറ് ഫുള്ളായോലാണെങ്കിലും അടുത്ത് കഴിച്ചു പോട്ടോ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, അതായത് തൈരും ഇതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബിരിയാണി, ചിക്കൻ ചില്ലി ഉണ്ടായിട്ടുണ്ടോ. അവിടെ എന്ത് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണ്ടെങ്കിലും നമുക്ക് എന്തായാലും ഒരു ഒരി ഉണ്ടാവട്ടെ. നമ്മൾ അങ്ങനെ അങ്ങോട്ടും അങ്ങനെയാണ്. പത്തിരി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയും, ഇനി എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചൂടോടെ ഞാനും മോനും സച്ചൊക്കെ ഇരുന്ന് തിന്നുകയാണ്. പൊതുവേ നമുക്ക് നമ്മൾ ഉണ്ടാക്കാത്തൊരു ഫുഡ് മറ്റൊരാൾ ഉണ്ടാക്കിയിട്ട് കൊടുന്നു വരുമ്പോൾ അത് പെട്ടെന്ന് കഴിക്കണം എന്നുള്ളൊരു പൂതി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് നല്ല ധൃതിയിലെല്ലാം വിളമ്പുണ്ടോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് വിളമ്പിയാണ്ട് കഴിക്കാനും പറ്റൂല. അതൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് പിന്നെ ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നെയ്യപ്പം വന്നിട്ടോ. അങ്ങനെ നെയ്യപ്പമായിട്ടും പല പല പലഹാരങ്ങളായിട്ടും ഇങ്ങനെ വന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കോട്ടപ്പാടത്തേക്ക് പോന്നു. കോട്ടപ്പാടത്ത് എത്തിയ ടൈമിൽ കണ്ടൊരു കാഴ്ചയാണ് ഒരു കിളി നമ്മളെ പെരയുടെ ഉള്ളിലോട്ടോ. കിളി എന്ന് പറഞ്ഞിട്ട് എന്താ, മീനെന്നാക്കാറില്ലേ. അപ്പം മീനിനെ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. ഇതാണ് നമ്മളെ കിളി കേട്ടോ. കുഞ്ഞു കിളിയായിരുന്നത് പെരയുടെ ഉള്ളിൽ എങ്ങനെയോ വന്ന് പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വിടാൻ വേണ്ടി പറ്റിയതുമില്ല, കാരണം കാക്ക അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. കൊത്തോന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ടൈമിൽ പറത്തി വിട്ടതുമില്ല, കാരണം ഒന്ന് ഉഷാറായിട്ട് പറത്തി വിടാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചു. വീട്ടിൽ കൂടി തുറന്ന് വിട്ടിക്കാനായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ചത്തുപോയി. ഭയങ്കര സങ്കടമായി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.